പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NAS+2 ഹോം സയൻസ് കോഡ് നമ്പർ 321 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആണ് എക്സാം. അതുകൊണ്ട് തന്നെ നമ്മൾ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. കൂടുതലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ്. ഓക്കെ, നമുക്കിതിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പാസ്സാകാൻ 22 മാർക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ 29 മാർക്കും എഴുതി പാസ്സാവേണ്ടതാണ്. 3 മണിക്കൂറാണ് എക്സാം. ഉച്ചക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം നടക്കുന്നത്. അപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 42ാമത്തെ 43ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും അവസാനത്തുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ആ 2 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. മൊത്തം 10 മാർക്കാണ്. 42-ന് 5, 43-ന് 5, അങ്ങനെ 10 മാർക്കാണ് മൊത്തം വരുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നോക്കുക. ലിസ്റ്റ് 5 ടൈപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, 5 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് എ അഡോൾസൻസ്. ഈ കൗമാരക്കാരുടെ 5 പ്രത്യേകതകൾ അല്ലെങ്കിൽ 5 സ്വഭാവങ്ങൾ വിച്ച് മേക്ക് ഡിഫറെന്റ് ഫ്രം അഡൾട്ട്. അഡൾട്ടിൽ നിന്ന് അല്ലെ പ്രായപൂർത്തിയായ ആളുകളിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസമാവുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിന്റെ ആൻസർ നമുക്ക് ഏകദേശം 20ാമത്തെ ചാപ്റ്ററിൽ ഗൈഡിലുണ്ട്. ഓക്കെ, ഗൈഡിൽ 20ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് 99ാമത്തെ പേജിൽ കാണുന്നുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോൾസൻസ് ആണ്. കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് അവരെ മുതിർന്നവരിൽ നിന്നും മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാകും. അത്തരം ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമതായി അവരുടെ രൂപവും ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രൂപത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന ഈ മാറ്റം അനുപരമാണെന്നും മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കുമെന്നും അവർ വിചാരിക്കുന്നു. മിക്ക കൗമാരക്കാരും അവരുടെ രൂപത്തെക്കുറിച്ച് വിഷമിച്ചവരാണ്. മുഖക്കുരു, താടിയുടെ വളർച്ച എന്നിവയെക്കുറിച്ച് അവരെപ്പോഴും ഉത്കണ്ഠരാണ്. രണ്ടാമതായി എല്ലാ കൗമാരക്കാരും പിയർ ഗ്രൂപ്പ് സംസ്കാരം. പിയർ എന്ന് പറഞ്ഞാൽ സമാന ഗ്രൂപ്പ്, ഒരേ രീതിയിലുള്ളത്. സംസാരത്തിനും നടത്തിപ്പിനും പെരുമാറ്റത്തിനുമുള്ള ഒരു പ്രത്യേക രീതി ഇവർക്കിടയിൽ ഉണ്ടാകും. അതായത് എതിർ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള തീവ്രമായ അടുപ്പമുണ്ടാകാനും കൗമാരക്കാരുടെ മറ്റൊരു പ്രത്യേക ആദർശവാദമാണ്. എല്ലാ ആളുകളും എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് കൗമാരക്കാർ വികാരധീനമായ ആശങ്കകളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നല്ലതും വൃത്തിയുള്ളതും നീതിപൂർവമായ ആയിരിക്കുമെന്ന ആദർശപരമായ ലോകത്താണ് അവർ പൊതുവെ വിശ്വസിക്കുന്നത്. മാതാപിതാക്കൾ അംഗീകരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലും അവർ വളരെയധികം സന്തോഷിക്കുന്നു. മിക്കവാറും എല്ലാ കൗമാരക്കാരും അവരുടെ സ്വന്തം തലമുറയും മാതാപിതാക്കളുടെ തലമുറയും തമ്മിലുള്ള തലമുറ വിടവ് അനുഭവപ്പെടും. കൗമാരക്കാരനെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ വളരെ വിഷാദം അനുഭവപ്പെടും. കൗമാരക്കാർ വൈകാരികമായി പൂർണ്ണ പക്വത കൈവരിക്കാത്തതാണ് അതിന് കാരണം. മറ്റുള്ളവരുടെ വാക്കുകൾ അവരെ വേഗത്തിൽ സ്വാധീനിക്കാം. കൗമാര വികാസനത്തിന്റെ ഒരു പ്രധാന ദൗത്യം അവരുടെ വ്യക്തിത്വ രൂപീകരണമാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യം അവരുടെ മനസ്സിനെ എപ്പോഴും വേട്ടയാണ്. കൗമാരക്കാർ അവരുടെ ചുറ്റുമുള്ള ആളുകൾ, പ്രത്യേകിച്ച് സമയപ്രായക്കാർ, അവരുടെ ഗുണങ്ങൾ, ശാരീരിക ക്ഷമത, പെരുമാറ്റം എന്നിവയിൽ സന്തുഷ്ടരാണെങ്കിൽ അവരിൽ പോസിറ്റീവ് ആശയം സ്വയം വികസിക്കുന്നു. വർദ്ധിച്ച വൈജ്ഞാനിക കഴിവുകൾ ഉപയോഗിച്ച് അവർ അവരുടേതായ നിയമങ്ങൾ സൃഷ്ടിക്കുന്നു. അതിലൂടെ അവരുടേതായ വ്യക്തിത്വം കൈവരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു 5 പോയിന്റ് ആക്കിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലിങ്ങനെ പാരഗ്രാഫ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ പാരഗ്രാഫിൽ നിന്ന് 5 പോയിന്റും അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് 5 മാർക്കിന്. അല്ലെങ്കിൽ ഇതിൽ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ആർ ദ 5 കോമൺ ചലഞ്ചസ് ദാറ്റ് അഡോൾസൻസ് ഫേസ്ഡ് ബൈ ഡ്യൂറിംഗ് ദാറ്റ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഈ കൗമാരക്കാരായ ആളുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാകാം, അല്ലെങ്കിൽ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. അതിന്റെ ആൻസറും നമ്മളിപ്പോ വായിച്ച ആൻസറിന്റെ താഴെ ഉണ്ട്. 20ാമത്തെ ചാപ്റ്ററിൽ തന്നെ 100ാമത്തെ പേജിലുണ്ട്. കൗമാരപ്രായത്തിൽ കുട്ടികൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടും. ഈ പ്രായത്തിൽ ശാരീരികപരമായ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കും. അതോടൊപ്പം മറ്റ് മേഖലകളിലും മാറ്റം സംഭവിക്കുന്നു. മാതാപിതാക്കളുടെയും മറ്റ് മുതിർന്നവരുടെയും പ്രതീക്ഷകൾ മാറുന്നു. ഇതെല്ലാം കൗമാരക്കാരെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കുന്നു. മാതാപിതാക്കളുടെയും സമപ്രായക്കാരുടെയും പിന്തുണയോടെ മിക്ക കൗമാരക്കാരും ഈ കാലഘട്ടത്തിൽ പക്വത വ്യക്തികളായി ഉയർന്നു
വരുന്നു. ചിലർക്ക് അവരുടെ പെരുമാറ്റത്തിൽ വൈകല്യങ്ങളും ഉണ്ടാകാം. ഭക്ഷണക്രമ കേടുകൾ ഉണ്ടാകാം, ആത്മാർത്ഥ പ്രവണതകൾ ഉണ്ടാകാം, സമപ്രായക്കാരുടെ സമ്മർദ്ദം വരാം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരാം, സാമൂഹിക പ്രശ്നങ്ങൾ വരാം, ജൈവിക പ്രശ്നങ്ങൾ വരാം, കൗമാരപരമായ ഗർഭധാരണം വരാം. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഒരു ഷോർട്ട് നോട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ 5 മാർക്കുള്ളതല്ലേ, അപ്പോൾ ഓരോന്നും ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് 5 കൺസ്യൂമർ റൈറ്റ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. 5 ഉപഭോക്തൃ അവകാശങ്ങളാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മളെ ഗൈഡില് 17ാമത്തെ ചാപ്റ്ററിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഗൈഡിൽ അത് പോയിന്റ് ആയിട്ടാണ്. അപ്പോൾ ഓരോ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം വഴി ഗവൺമെന്റ് നൽകുന്ന ഉപഭോക്തൃ സംരക്ഷണ അവകാശങ്ങൾ. ഒന്ന് റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷിതത്തിനുള്ള അവകാശം, ഒരു ഉൽപ്പന്നം. അപ്പോൾ അത് നമ്മൾ വിവരിച്ചെഴുതണം, ഓരോന്നും ഓരോ മാർക്കിനനുസരിച്ച് വിവരിച്ചെഴുതണം. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിൽ സുരക്ഷിതത്വം വേണം എന്നുള്ളതാണ് പറയുന്നത്. റൈറ്റ് ടു ഇൻഫോംഡ്, അറിയാനുള്ള ഒരു അവകാശം, ഒരു ഉൽപ്പന്നം ഏതാണ്, അത് ഏത് കമ്പനിയുടെയാണ്, അതിന്റെ വില എന്താണ്, ആ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനുള്ള അവകാശം ഒരു കൺസ്യൂമറിനുണ്ട്. റൈറ്റ് ടു ചൂസ്, തെരഞ്ഞെടുക്കാനുള്ള അവകാശം, ഒരു ഷോപ്പിൽ പോയി അവന് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അവന് കയ്യിൽ പിടിച്ച് അത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം അവനുണ്ട്. റൈറ്റ് ടു ഹെഡ്, കേൾക്കാനുള്ള അവകാശം, അല്ലെ, അവിടെയുള്ള സെല്ലർമാൻ അല്ലെങ്കിൽ മാർക്കറ്റർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്, കൺസ്യൂമറുണ്ട്. അതിൽ റൈറ്റ് റിഡ്രസ്, പരിഹാരം നൽകുന്നത്, അവന് തൃപ്തി അല്ലെങ്കിൽ അവന്റെ മാർക്കറ്റിംഗ് ഫീൽഡിൽ അവന് തൃപ്തി അല്ലെങ്കിൽ എന്തെങ്കിലും അവന് കിട്ടിയ ഉൽപ്പന്നങ്ങളിൽ അവന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം നേടാനുള്ള കൺസ്യൂമർ റിഡ്രസൽ ഏജൻസിയൊക്കെ വഴി പരിഹാരം നേടാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസം, ഉൽപ്പന്നത്തെ കുറിച്ചിട്ടും മാർക്കറ്റിംഗ് ഫീൽഡിനെ കുറിച്ചിട്ടൊക്കെ അവന് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ട്. അങ്ങനെ 6 പോയിന്റ് ഉണ്ട്. ഓരോന്ന് നമ്മൾ ഓരോ മാർക്കിനനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. 5 പോയിന്റാണ് എഴുതാൻ പറയുന്നത്. അപ്പൊ ഇഷ്ടമുള്ള 5 പോയിന്റ് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതും ഈ ചാപ്റ്റർ ബേസ്ഡ് ആണ്. വാട്ട് ആർ ദ 5 കോമൺ മാലപ്രാക്ടീസ് ഓഫ് ഡിഫക്റ്റീവ് വെയിറ്റ് ആൻഡ് മെഷർ. 5 പ്രധാന ദുരുപയോഗങ്ങളാണ് ഡിഫക്റ്റ്, തെറ്റായ രീതിയിലുള്ള അളവ് തൂക്കങ്ങളിൽ. അതും ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മൾ ഗൈഡിൽ കൊടുത്തില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ട് എഴുതാൻ പറ്റുന്ന അളവ് തൂക്കത്തിലൊക്കെ എന്തെല്ലാം കൃത്രിമങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അളക്കാൻ വേണ്ടി നമ്മൾ തെറ്റായ രീതിയിലുള്ള ഉപകരണം അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഒരു കൃത്രിമം അവിടെ വരുന്നുണ്ട്. തുലാസുകളൊന്നും കറക്റ്റ് അല്ലെങ്കിൽ അളവ് തൂക്കത്തിൽ മുഴുവൻ അളവ് കറക്റ്റ് അല്ലാതെ വരിക. 1 കിലോ എന്നുള്ളത് 950 ഗ്രാമാക്കി മാറ്റി കൊടുക്കുമ്പോൾ അതൊക്കെ അളവ് തൂക്കത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ മായം ചേർത്ത ഉൽപ്പന്നങ്ങളൊക്കെ അളവിൽ ചേർക്കുക എന്നുള്ളതാണ്. മായം ഇല്ലാത്ത ഉൽപ്പന്നത്തിന്റെ കൂടിയിട്ട് തൂക്കി കൊടുക്കുക, അതൊക്കെ അളവ് തൂക്കത്തിൽ വരുന്ന കൃത്രിമങ്ങളാണ്. അതുപോലെ പഴയ സാധനങ്ങളുടെ കൂടെ പുതിയ സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കല്, ഫസ്റ്റ് ഹാൻഡ് ക്വാളിറ്റി ചോദിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റി തൂക്കി കൊടുക്കല്, ഇതൊക്കെ എന്നാണ്. അങ്ങനെ ഒരു 5 പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. NS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കേരളത്തിലും മറ്റുള്ള എല്ലാ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നമ്മൾ ഓൺലൈൻ വഴി ഇതിന്റെ ക്ലാസ്സുകളും അഡ്മിഷനും നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9037114679 എന്ന് പറയുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.